നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി പ്രദീപ്. നോക്കാം വാർത്തകൾ വിശദമായി. ഇറാൻ യുദ്ധത്തെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിൽ ഗതാഗത തടസ്സം തുടരുന്ന പശ്ചാത്തലത്തിൽ ബദൽ നീക്കങ്ങളുമായി സൗദി അറേബ്യ രാജ്യത്തെ ഗതാഗത വിതരണ മേഖലകളിലെ കമ്പനികളെ ലയിപ്പിച്ച് ഒറ്റ ലോജിസ്റ്റിക്സ് കമ്പനി രൂപീകരിക്കാൻ സൗദി പരമാധികാര ഫണ്ടായ PIF ആലോചിക്കുന്നു. വിദേശ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനും രാജ്യത്തെ ആഗോള ലോജിസ്റ്റിക്സ് ഹബ്ബാക്കി മാറ്റുന്നതിനുമാണ് പുതിയ നീക്കം. തുറമുഖങ്ങൾ, റെയിൽവേ, കപ്പൽ ഗതാഗതം എന്നിവയുമായി ബന്ധപ്പെട്ട് സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ കീഴിലുള്ള വിവിധ കമ്പനികളെ ഒരൊറ്റ കുടക്കീഴിലേക്ക് കൊണ്ടുവരാനാണ് നിലവിൽ ചർച്ചകൾ നടക്കുന്നത്. ഇറാൻ ഇസ്രായേൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരമൊരു ലയനത്തെക്കുറിച്ച് ആലോചനകളുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ 3 മാസമായി ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് ചർച്ചകൾക്ക് വേഗത കൂട്ടിയിരിക്കുകയാണ്. വിതരണ ശൃംഖല തടസ്സപ്പെടാതിരിക്കാൻ ചെങ്കടലിലെ ജിദ്ദ, യാംബു തുടങ്ങി സൗദി തുറമുഖങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് പുതിയ നീക്കത്തിലൂടെ രാജ്യം ലക്ഷ്യമിടുന്നത്. കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപ സാധ്യതയുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമായി ഈ പുതിയ കമ്പനിയെ മാറ്റാനാണ് പദ്ധതി. ഭാവിയിൽ രാജ്യാന്തര നിക്ഷേപകരെ പങ്കാളികളാക്കാനും IPO വഴി ഓഹരിയിൽ വിപണിയിൽ ഇറക്കാനും സൗദിക്ക് ആലോചനയുണ്ട്. സൗദി വിഷൻ 2030 ഭാഗമായി ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന ആഗോള ലോജിസ്റ്റിക്സ് കേന്ദ്രമായി രാജ്യത്തെ മാറ്റാൻ ഇത് സഹായിക്കും. $8.3 ബില്യൺ മൂല്യമുള്ള നാഷണൽ ഷിപ്പിംഗ് കമ്പനി, സൗദി ഗ്ലോബൽ പോർട്സ്, സൗദി റെയിൽവേ കമ്പനി എന്നിവയെല്ലാം ഈ പുതിയ സഖ്യത്തിന്റെ ഭാഗമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 24 ജിദ്ദ. ഹോർമുസ് കടലിടുക്കിൽ ടോളുകൾ ഏർപ്പെടുത്തിയാൽ അമേരിക്ക ഇറാൻ കരാർ അസാധ്യമാകുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ടോൾ സംവിധാനവുമായി ഇറാൻ മുന്നോട്ടു പോകരുതെന്നും മാർക്കോ റൂബിയോ. പാക് ഭരണ നേതൃത്വം ടെഹ്റാനിൽ പോകുന്നത് ശുഭസൂചനയാണ്. പാകിസ്ഥാന്റെ ഇടപെടൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകും. നല്ലൊരു കരാർ ഉണ്ടാക്കാനാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആഗ്രഹിക്കുന്നത്. കരാറിലെത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിന് മുന്നിൽ മറ്റ് വഴികളുണ്ടെന്നും കരാറിലെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും മാർക്കോ റൂബിയോ വ്യക്തമാക്കി. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് ദുബായ് ജയിലിൽ കഴിയുന്ന 836 തടവുകാരെ മോചിപ്പിക്കാൻ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉത്തരവിട്ടു. തടവുകാരുടെ സാമ്പത്തിക ബാധ്യത അദ്ദേഹം ഏറ്റെടുക്കും. ഇതോടെ UAE ജയിൽ മോചിതരാകുന്നവരുടെ എണ്ണം 2000 കടക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 836 തടവുകാരെ മോചിപ്പിക്കാനാണ് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉത്തരവിട്ടിരിക്കുന്നത്. കേസുകളുമായി ബന്ധപ്പെട്ട പിഴത്തുകയുൾപ്പെടെ അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. ഇവരെ മോചിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി അറ്റോർണി ജനറൽ ഓഫ് ദുബായ് ചാൻസലർ എസ്സാം ഇസ അൽ ഹുമൈദാൻ വ്യക്തമാക്കി. പ്രഖ്യാപനത്തിന് പിന്നാലെ നടപടികൾ ആരംഭിച്ചതായി ദുബായ് പോലീസും അറിയിച്ചു. കുടുംബ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കൂടിയാണ് ഇത്രയധികം പേർക്ക് ഒരുമിച്ച് പൊതുമാപ്പ് നൽകുന്നത്. കുടുംബജീവിതത്തിന്റെ മാധുര്യവും സമൂഹത്തിലേക്കുള്ള ഇവരുടെ ഇഴുകിച്ചേരലുമാണ് മോചനത്തിന് പിന്നിലെ പ്രധാന ഉദ്ദേശമെന്ന് അധികൃതർ പറയുന്നു. 956 പേർക്ക് മാപ്പ് നൽകി മോചിപ്പിക്കുന്നതായി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. 230 തടവുകാരെ മോചിപ്പിക്കാൻ അജ്മാൻ ഭരണാധികാരി ഹുമൈദ് ബിൻ റാഷിദ് അൽ നുഐമി ഉത്തരവിട്ടു. ദുബായ് ഭരണാധികാരിയുടെ പ്രഖ്യാപനം കൂടി വന്നതോടെ ആകെ ജയിൽ മോചനം ലഭിക്കുന്നവരുടെ എണ്ണം 2022 ആകും. ഇനിയും ചില ഭരണാധികാരികൾ കൂടി പൊതുമാപ്പ് നൽകിയവരുടെ എണ്ണം പ്രഖ്യാപിക്കാനുണ്ട്. കഴിഞ്ഞ റമദാനിൽ 4200ഓളം തടവുകാർക്കായിരുന്നു മോചനം ലഭിച്ചത്. 24 ദുബായ്. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുന്നതായി റിയാദിലെ നിയമസഹായ സമിതി. റഹീമിന്റെ 20 വർഷത്തെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. കേസ് നടപടികൾ വൈകുന്നതിൽ യാതൊരുവിധ അസ്വാഭാവികതയുമില്ലെന്ന് സഹായ സമിതി വ്യക്തമാക്കി. വർഷങ്ങൾ പഴക്കമുള്ള കേസായതിനാൽ നിയമപരമായ ചില സ്വാഭാവിക നടപടിക്രമങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഞായറാഴ്ചയോടെ ബാക്കി നടപടികൾ വേഗത്തിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സഹായ സമിതി അറിയിച്ചു. ജയിൽ മോചനത്തിന് ശേഷമായിരിക്കും എമർജൻസി സർട്ടിഫിക്കറ്റിൽ എക്സിറ്റ് വിസ ലഭിക്കുക. ഇതിനായി ഇന്ത്യൻ എംബസിക്കും അഭിഭാഷകരും നിരന്തരം ശ്രമിച്ചു വരികയാണെന്നും റിയാദ് സഹായ സമിതി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നടൻ മോഹൻലാലിന്റെ ജന്മദിനാഘോഷവും പുതിയ ചിത്രം ദൃശ്യം 3യുടെ പ്രത്യേക പ്രദർശനവും സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ വൻ ആഘോഷമായി നടന്നു. ജിദ്ദയിൽ മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രിയ താരത്തിന് ആശംസകൾ നേരാൻ നിരവധി ആരാധകരാണ് ഒത്തുകൂടിയത്. നാട്ടിൽ സിനിമ റിലീസ് ചെയ്ത അതേ സമയത്ത് തന്നെ സൗദിയിലും പ്രദർശനം ആരംഭിച്ചതോടെ പ്രവാസികൾക്കിത് ഇരട്ടി മധുരമായി മാറി.
കേരളത്തിൽ ചിത്രം തിയേറ്ററുകളിലെത്തിയ അതേ നിമിഷത്തിൽ തന്നെയാണ് സൗദി അറേബ്യയിലും ദൃശ്യം 3ന്റെ ആദ്യ പ്രദർശനം നടന്നത്. സൗദി സമയം പുലർച്ചെ 5:30-ക്കായിരുന്നു ആദ്യ ഷോ ക്രമീകരിച്ചിരുന്നത്. സിനിമ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തിയേറ്റർ പരിസരങ്ങളിലെത്തിയ ആരാധകർ കേക്ക് മുറിച്ചും മധുരം വിതരണം ചെയ്തും പ്രിയതാരത്തിന്റെ ജന്മദിനം ആവേശപൂർവ്വം ആഘോഷമാക്കി മാറ്റി. ഞങ്ങൾ സൗദി മോഹൻലാൽ ഫാൻസ് രാവിലെ നാട്ടിൽ നടക്കുന്ന സെയിം ടൈമിൽ ജിദ്ദ, റിയാദ്, ദമാമ് 3 സ്ഥലങ്ങളിലും സെയിം ടൈമിൽ ഫാൻ ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. ഞങ്ങൾ ജോർജുട്ടിയുടെ ആൾക്കാരാണ്, തൊഴിൽക്കാരാണ്. അതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. 2 വർഷങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടി വീണ്ടും എത്തുകയാണ്. ജോർജ് കുട്ടിയെ കാണാൻ വെളുപ്പാങ്കാലത്ത് ജിദ്ദയുടെ മണ്ണിലേക്ക് ഈ കണ്ട ജനങ്ങളെല്ലാം ലാലേട്ടനെ കാണാൻ, ദൃശ്യം കാണാൻ, ജോർജ് കുട്ടിയെ കാണാൻ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. ഞങ്ങളെല്ലാം ഈഗൽ എക്സ്പെക്ട് ചെയ്തിട്ടാണ്. ജിദ്ദയിൽ മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി നടന്നത്. ഏറെ കാത്തിരുന്ന ദൃശ്യം 3 തങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മികച്ച സിനിമയാണെന്നാണ് പ്രേക്ഷകരുടെ ആദ്യ പ്രതികരണങ്ങൾ. ലാലേട്ട ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എത്ര ഇന്റൻസീലി വീണ്ടും ഒരു ദൃശ്യത്തിന്റെ ആ മികവ്, മീൻസ് ആ ഡെപ്തിലുള്ള ആക്ടിങ് സൂപ്പർ, അടിപൊളി. ഇനി 4ഉം 5ഉം ഒക്കെ വരാനുണ്ട്. കാണേണ്ട പടം തന്നെയാണ്. സൂപ്പർ പടം, പൊളിപ്പടം. ഒന്നും പറയല്ല, ലാലേട്ടൻ പൊളിച്ചു. ഇന്ന് പ്രവൃത്തി ദിനമായതിനാൽ കൂടുതൽ പ്രവാസികളെ പരിഗണിച്ച് രാത്രിയിലാണ് പല ഭാഗത്തും ഷോകളും വിപുലമായ ജന്മദിന ആഘോഷ പരിപാടികളും ഒരുക്കിയിരിക്കുന്നത്. ജലീൽ കണമകലം, 24 ജിദ്ദ. പിറന്നാൾ ദിനത്തിൽ മോഹൻലാലിന് ഇരട്ടി മധുരവുമായി ദൃശ്യം 3യുടെ റിലീസ്. എറണാകുളം കവിതാ തിയേറ്ററിൽ സിനിമ കണ്ട മോഹൻലാൽ സഹതാരങ്ങൾക്കൊപ്പം കേക്ക് മുറിച്ചു. അതിമനോഹരമായ പിറന്നാൾ ദിനത്തിൽ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നതായി മോഹൻലാൽ പറഞ്ഞു. ഇയാളാളൊരു കില്ലാടിയാ. ചുമ്മാതാണോ പോലീസുകാർ പോലും ചൊല്ലു പറഞ്ഞു. വീണ്ടും കുടുംബത്തിന് വേണ്ടി ജോർജ് കുട്ടി കരുതി വെച്ച ടിസ്റ്റുകൾ എന്തെല്ലാമായിരിക്കുമെന്ന് ആലോചിച്ച് അതിരാവിലെ മുതൽ പ്രേക്ഷകർ സിനിമാ തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തി. ശിങ്കാരിമേളവും നൃത്തവുമായി വൻ വരവേൽപ്പ്. എട്ട് മണിക്കുള്ള ആദ്യ ഷോ കാണാൻ പിറന്നാൾ ദിനത്തിൽ എറണാകുളം കവിതാ തിയേറ്ററിൽ മലയാളത്തിന്റെ ലാലേട്ടനെത്തി. സുചിത്ര മോഹൻലാലും സഹതാരങ്ങളായ മീന, എസ്തർ, ഇർഷാദ്, ശാന്തി, ആന്റണി പെരുമ്പാവൂർ തുടങ്ങിയവരെല്ലാം ഉണ്ടായിരുന്നു. സിനിമ കണ്ടിറങ്ങിയ ശേഷം പിറന്നാൾ ആഘോഷം. അതിമനോഹരമായ ഒരു ബർത്ത്ഡേ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നത്. ഇന്നൊരു വ്യാഴാഴ്ച ആയതുകൊണ്ട് ഇങ്ങനൊരു സിനിമയും റിലീസ് ചെയ്യാൻ പറ്റി. എല്ലാവർക്കും സിനിമ ഇഷ്ടമായെന്ന് കരുതുന്നു. ദൃശ്യം 3 തൂക്കിയെന്ന് കണ്ടിറങ്ങിയവർ. വളരെ പതുക്കെ വന്നിട്ട് സെക്കൻഡ് ഹാഫ് നല്ല പക്കയായിട്ട് നല്ല ത്രില്ലിംഗ്. അടിപൊളി, ഇഷ്ടപ്പെട്ടു. മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് അപ്സര തിയേറ്ററിൽ പിറന്നാൾ ആഘോഷം നടത്തി. അപ്സര തിയേറ്ററിൽ നടന്ന ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കൊച്ചി. ഓസ്ട്രേലിയയിലെ ക്ഷേമ പദ്ധതികൾ പൗരന്മാർക്ക് മാത്രമാക്കാൻ നീക്കം. കുടിയേറ്റ സമൂഹത്തിൽ ആശങ്കയേറുകയാണ്. പൗരത്വമുള്ളവർക്ക് മാത്രം സർക്കാർ സഹായങ്ങൾ എന്ന നിർദ്ദേശം വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. വിശദാംശങ്ങളുമായി ഓസ്ട്രേലിയയിൽ നിന്നും ലിജ ചാക്കോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തിൽ കുടിയേറ്റവും വെൽഫെയർ സംവിധാനവുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദ ചർച്ചകൾ ഉയരുന്നു. പ്രതിപക്ഷ നേതാവ് ആംഗസ് ടേലർ അവതരിപ്പിച്ച പദ്ധതി പ്രകാരം സർക്കാർ സഹായങ്ങൾ ലഭിക്കാൻ ഓസ്ട്രേലിയൻ പൗരത്വം നിർബന്ധമാക്കണം എന്നതാണ് ആവശ്യം. ഈ നിർദ്ദേശത്തിൽ നാഷണൽ ഡിസബിലിറ്റി ഇൻഷുറൻസ് സ്കീം, ജോബ് സീക്കർ പേയ്മെന്റ്, ഏജ് പെൻഷൻ, പേരന്റൽ ലീവ് പേ എന്നിവ ഉൾപ്പെടെ 17ഓളം സെൻട്രൽ ലിങ്ക് വെൽഫെയർ പദ്ധതികൾ ഓസ്ട്രേലിയൻ പൗരന്മാർക്ക് മാത്രം പരിമിതപ്പെടുത്താനാണ് ലക്ഷ്യം. നിലവിൽ ഈ ആനുകൂല്യങ്ങൾ പെർമനന്റ് റെസിഡൻസിനും ലഭ്യമാണ്. ഈ പദ്ധതി നിലവിൽ വന്നാൽ പ്രധാനമായും ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അനുവദിക്കാത്തതിനാൽ അവിടങ്ങളിൽ നിന്നുള്ള PR ഹോൾഡേഴ്സിന് കഠിനമായൊരു തീരുമാനമെടുക്കേണ്ട സാഹചര്യമുണ്ടാകാം. ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാവാൻ അവർക്ക് സ്വന്തം രാജ്യത്തിന്റെ പൗരത്വം ഉപേക്ഷിച്ച് ഓസ്ട്രേലിയൻ പൗരത്വം തിരഞ്ഞെടുക്കേണ്ടി വരും.
രാജ്യത്തോട് പ്രതിബദ്ധത കാണിക്കുന്നവർക്ക് മുൻഗണന എന്നതാണ് ഈ നയത്തിന്റെ പ്രധാന വാദമായി ആംഗസ് ടൈലർ പറയുന്നത്. ഇത് നിലവിൽ പ്രതിപക്ഷത്തിന്റെ ഒരു നയപ്രസ്താവന മാത്രമാണ്. ഈ നിർദ്ദേശത്തെ സർക്കാർ ശക്തമായി വിമർശിച്ചു. പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി ഇത് സമൂഹത്തിൽ വിഭജനം സൃഷ്ടിക്കുന്ന നടപടിയാണെന്ന് ആരോപിച്ചു. എന്നാൽ കുടിയേറ്റ സമൂഹം ഈ നീക്കം ആശങ്കയോടാണ് കാണുന്നത്. പൗരത്വമില്ലെങ്കിലും വർഷങ്ങളായി നികുതി അടച്ച് സംഭാവന ചെയ്യുന്ന സ്ഥിര താമസക്കാരെ ഇത്തരത്തിൽ വേർതിരിക്കുന്നത് അനീതിയാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ലിജ ചാക്കോ, 24 ഓസ്ട്രേലിയ. ഷാർജ മുവേലയിൽ ഷിഫ മുവേല മെഡിക്കൽ സെന്റർ നാളെ പ്രവർത്തനം ആരംഭിക്കും. പ്രവാസികൾക്കും സ്വദേശികൾക്കും മിതമായ നിരക്കിൽ ആഗോള നിലവാരത്തിലുള്ള ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മെഡിക്കൽ സെന്റർ പ്രവർത്തനം ആരംഭിക്കുക. 22 വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മെഡിക്കൽ സെന്ററിൽ ലഭ്യമാണ്. ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഡെന്റൽ, ഡെർമറ്റോളജി, ഓർത്തോപീഡിക് ഉൾപ്പെടെയുള്ള സമഗ്ര ചികിത്സാ വിഭാഗങ്ങളും അത്യാധുനിക ലാബ് സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 31-ാം തീയതി വരെ പൊതുജനങ്ങൾക്ക് എല്ലാ ഡോക്ടർമാരുടെയും സേവനം പൂർണ്ണമായും സൗജന്യമായിരിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ഹനീഫ് ഉപ്പള, ബ്രാഞ്ച് മാനേജർ CA ഹാരിഷ് ബാബു, മുഹമ്മദ് അഫ്സൽ എന്നിവർ പങ്കെടുത്തു. കുവൈറ്റിൽ മാമ്പഴ പ്രേമികൾ ഏറെ കാത്തിരുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ മാംഗോ മാനിയ 2026 മേളയ്ക്ക് തുടക്കമായി. ഇന്ത്യൻ സ്ഥാനപതി പരിമിത ത്രിപാഠി അൽ റായി ഔട്ട്ലെറ്റിൽ മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ലുലു ഹൈപ്പർ മാർക്കറ്റ് സീനിയർ മാനേജ്മെന്റ് പ്രതിനിധികളും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 70-ലധികം വൈവിധ്യമാർന്ന മാമ്പഴങ്ങളാണ് മേളയിൽ അണിനിരത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള പ്രശസ്ത ഇനങ്ങളായ അൽഫോൺസ, ബദാമി, മല്ലിക, തോതാപുരി, രാജാപുരി, കേസരി, മൽഗോവ, ഇമാം പസന്ദ് എന്നിവയ്ക്കൊപ്പം യമനിൽ നിന്നുള്ള അപൂർവ ഇനമായ ഗൽപത്തൂരും മേളയിലെ പ്രധാന ആകർഷണമാണ്. ഫ്രഷ് മാമ്പഴങ്ങൾക്ക് പുറമെ മാമ്പഴ ജ്യൂസുകൾ, സ്മൂത്തികൾ, മാമ്പഴ ഹൽവ, പായസം, കറികൾ, അച്ചാറുകൾ എന്നിവയും മൗസ് കേക്ക്, ടാർട്ടുകൾ, പേസ്ട്രികൾ, മാംഗോ സ്വിസ് റോൾസ് തുടങ്ങിയ വൈവിധ്യമാർന്ന ഡെസേർട്ടുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. And coming here today, seeing it with my own eyes, the variety of mangoes from India, from different parts of India, and we tasted the mangoes as well. And the innovative products from mangoes. സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ ക്യാമ്പയിനുമായി UAE നാഷണൽ മീഡിയ അതോറിറ്റി സുരക്ഷിതവും ഉത്തരവാദിത്വവുമുള്ള സോഷ്യൽ മീഡിയ ഉപയോഗം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കനത്ത പിഴ നൽകുമെന്നാണ് മുന്നറിയിപ്പ്. പ്രൊഫഷണൽ ആൻഡ് റെസ്പോൺസിബിൾ മീഡിയ, എ സേഫ് സൊസൈറ്റി ആൻഡ് സ്ട്രോങ് വാല്യൂസ് എന്ന പേരിലാണ് UAE നാഷണൽ മീഡിയ അതോറിറ്റി ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. മീഡിയ പ്രൊഫഷണലുകൾ, സ്ഥാപനങ്ങൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവരെ ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. സാമൂഹിക മാധ്യമങ്ങളിൽ എന്ത് തരം കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യാം, എന്ത് പാടില്ല എന്നിവ പഠിപ്പിക്കലാണ് പ്രധാനമായും ക്യാമ്പയിൻ്റെ ഉദ്ദേശം. മതത്തെയോ വിശ്വാസത്തെയോ അവഹേളിക്കുന്ന ഒന്നും പോസ്റ്റ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ പാടില്ലെന്ന് നാഷണൽ മീഡിയ അതോറിറ്റി കർശനമായി നിർദ്ദേശിക്കുന്നു. UAEയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ സമൂഹ മാധ്യമങ്ങളിൽ അവഹേളിക്കാൻ പാടില്ല. ദേശസുരക്ഷയെ ബാധിക്കുന്നതോ രാജ്യത്തിന്റെ ഐക്യം തകർക്കുന്നതോ ആയ കണ്ടന്റുകൾ പ്രചരിപ്പിക്കരുത്. രാജ്യത്തിന്റെ ഭരണാധികാരികൾ, ചിഹ്നങ്ങൾ, കൊടി എന്നിവയെ ബഹുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടരുത്. വ്യാജ വാർത്തകൾ പങ്കുവെക്കരുത്. സ്വകാര്യതയെ മാനിക്കണം. ഒരാളുടെ ചെറിയ വിവരങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നതിന് അയാളുടെ അനുമതി വാങ്ങിയിരിക്കണം. നിയമ സംവിധാനത്തെ പൂർണ്ണമായും ബഹുമാനിക്കണമെന്നും UAE നാഷണൽ മീഡിയ അതോറിറ്റി നിർദ്ദേശിക്കുന്നു. ഇതിൽ പിഴവുണ്ടായാൽ നിയമലംഘനത്തിന്റെ തോതനുസരിച്ച് 5 ലക്ഷം ദിർഹം വരെ പിഴ ലഭിക്കും. മാധ്യമങ്ങളും ഇക്കാര്യങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായ ഘട്ടത്തിൽ പ്രചരിച്ച വ്യാജ വാർത്തകൾക്ക് തടയിടലാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. 24 ദുബായ്. ഹജ്ജ് തീർത്ഥാടകർക്ക് മികച്ച സേവനം ഉറപ്പാക്കി ലുലു. വിശുദ്ധ കേന്ദ്രങ്ങൾക്ക് സമീപം 10 പുതിയ സ്റ്റോറുകൾ കൂടി തുറന്നു. ആകെ 14 സ്റ്റോറുകളാണ് ഇപ്പോൾ പുണ്യ കേന്ദ്രങ്ങൾക്ക് സമീപം ലുലു ഒരുക്കിയിരിക്കുന്നത്. മുൻ വർഷത്തിന് സമാനമായി ഹജ്ജിന് മികച്ച സേവന സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ
വിശുദ്ധ കേന്ദ്രങ്ങൾക്ക് സമീപം 10 പുതിയ ലുലു സ്റ്റോറുകൾ കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. മിന, അറഫയുടെ സമീപ പ്രദേശം, മുസ്തലിഫ തുടങ്ങിയ വിശുദ്ധ സ്ഥലങ്ങളോട് ചേർന്നാണ് പുതിയ ലുലു സ്റ്റോറുകൾ. മക്ക നഗരത്തിന്റെയും വിശുദ്ധ കേന്ദ്രങ്ങളുടെയും മേൽനോട്ട ചുമതലയുള്ള റോയൽ കമ്മീഷന് കീഴിലെ കിദാന പദ്ധതിയുടെ ഭാഗമായാണ് ലുലു സ്റ്റോറുകൾ തീർത്ഥാടകർക്കായി ഒരുക്കിയിരിക്കുന്നത്. തീർത്ഥാടകർക്കായി കൂടുതൽ സൗകര്യപ്രദമായ സേവനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് വിശുദ്ധ കേന്ദ്രങ്ങൾക്ക് സമീപത്തെ പുതിയ ലുലു സ്റ്റോറുകളെന്നും ഏറ്റവും മികച്ച സേവനം നൽകുമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം വിശുദ്ധ കേന്ദ്രങ്ങൾക്ക് സമീപം 4 സ്റ്റോറുകൾ ലുലു തുറന്നിരുന്നു. ഇതിനു പുറമെയാണ് 10 സ്റ്റോറുകൾ കൂടി തുറന്നിരിക്കുന്നത്. ഹജ്ജ് തീർത്ഥാടന കാലയളവിൽ വിശുദ്ധ നഗരങ്ങളിലെ സുസ്ഥിര വികസനവും മികച്ച സേവനവും ലക്ഷ്യമിട്ടുള്ള കിദാന പദ്ധതിയുടെ ഭാഗമായി കൂടുതൽ സ്റ്റോറുകൾ തുറക്കാനുള്ള നീക്കത്തിലാണ് ലുലു ഉള്ളത്. ഹജ്ജിനുള്ള ഒരുക്കങ്ങൾ സൗദിയിൽ പൂർത്തിയായിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 15 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഹജ്ജിനെത്തുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രം 1.25 ലക്ഷത്തോളം തീർത്ഥാടകരാണ് വരുന്നത്. 24 ദുബായ്. ബലിപ്പെരുന്നാളിന് പാർക്കിംഗ് സൗജന്യമാക്കി ഷാർജ മുനിസിപ്പാലിറ്റി. പെരുന്നാളിന്റെ ആദ്യ 3 ദിവസമാകും സൗജന്യ പാർക്കിംഗ് ലഭിക്കുക. പൊതു ഇടങ്ങൾ നിരീക്ഷിക്കാൻ 400 ഇൻസ്പെക്ടർമാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ബലിപെരുന്നാളിന്റെ ആദ്യ 3 ദിവസങ്ങളിൽ പാർക്കിംഗ് സൗജന്യമായിരിക്കുമെന്ന് ഷാർജ മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ ഒബെയ്ദ് സയീദ് അൽ തുനൈജി പ്രഖ്യാപിച്ചു. ടൂറിസ്റ്റ് സ്പോട്ടുകളും അവധി ദിവസങ്ങളിലടക്കം ഫീസ് ഈടാക്കുകയും ചെയ്യുന്ന ഇടങ്ങളിലൊഴികെ എവിടെയും ഫ്രീ പാർക്കിംഗ് ലഭ്യമാകും. ഈദ് ദിവസങ്ങളിൽ പാർക്കിങ്ങിനും ഗതാഗത ക്രമീകരണങ്ങൾക്കും പൊതുസുരക്ഷയും ഉറപ്പാക്കുന്നതിനായി പ്രത്യേക ടീമിനെയും ഷാർജ മുനിസിപ്പാലിറ്റി സജ്ജമാക്കിയിട്ടുണ്ട്. 35 വെറ്ററിനറി ഡോക്ടർമാർ ഷാർജ കന്നുകാലി മാർക്കറ്റിൽ പരിശോധന നടത്തും. ഉദ്ഹിയത്തിന് തയ്യാറാക്കുന്ന മൃഗങ്ങളുടെ ഗുണമേന്മ പരിശോധിക്കാനാണ് ഡോക്ടർമാരെ നിയോഗിച്ചിരിക്കുന്നത്. കന്നുകാലി തൊഴുത്തുകളിലെ ശുചിത്വം പരിശോധിക്കാനും പ്രത്യേക സംഘത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. അനധികൃത അറവും വിൽപ്പനയും 239 ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ തടയിടും. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ 61 ഇൻസ്പെക്ടർമാരെ ചുമതലപ്പെടുത്തി. റെസ്റ്റോറന്റുകൾ, ബേക്കറികൾ, മധുരപലഹാര കടകൾ എന്നിവ ഇവർ പരിശോധിക്കും. മുടിവെട്ടുന്ന കടകൾ പരിശോധിക്കാനും ഒരു സംഘത്തെ നിയോഗിച്ചു. ഈദ്ഗാഹുകളിലെ ക്രമീകരണങ്ങളും സുരക്ഷയും വിലയിരുത്താനും തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. 24 ദുബായ്. തിരികെ വാർത്തകളിലേക്ക്. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്തും സെക്സ് റാക്കറ്റും നടത്തിയ കേസിൽ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ. മാവേലിക്കര സ്വദേശി ബിലാൽ എന്ന ശ്രീകുമാറാണ് അറസ്റ്റിലായത്. യുവതികളെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതിൽ ബിലാലിന് നിർണായക റോൾ എന്ന് പോലീസ്. അതേസമയം കേസിലെ 1-ാം പ്രതി സിന്ധുവിനെ റിമാൻഡ് ചെയ്തു. മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ മുഖ്യ സൂത്രധാരനാണ് അറസ്റ്റിലായ ബിലാൽ എന്ന ശ്രീകുമാർ. പെൺകുട്ടികളുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പിടികൂടിയത്. യുവതികളെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതിൽ ബിലാലിന് നിർണായക റോളെന്ന് പോലീസ് പറയുന്നു. പിടിയിലായ സിന്ധുവും ബിലാൽ എന്ന ശ്രീകുമാറും തമ്മിൽ അടുത്ത ബന്ധമെന്നും പോലീസ് കണ്ടെത്തി. പ്രതിപ്പട്ടികയിൽ പുറത്തുള്ളയാളാണ് ബിലാൽ എന്ന ശ്രീകുമാർ. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 4ആയി. അതേസമയം കേസിലെ 1-ാം പ്രതി സിന്ധുവിനെ ജൂൺ 4 വരെ റിമാൻഡ് ചെയ്തു. കേസിൽ പ്രതികൾക്ക് ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സിന്ധുവിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നത് വഴി കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തിക്കാനാകുമെന്നാണ് പോലീസ് പറയുന്നത്. നാളെ പ്രതി ജാമ്യാപേക്ഷ സമർപ്പിക്കും. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും സിന്ധു കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ഇടപാടുകാർക്ക് സിന്ധു വാട്സ്ആപ്പ് വഴി അയച്ചു കൊടുക്കുകയും വിലപേശൽ നടത്തുകയും ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടുകളും 24 പുറത്തുവിട്ടു. സമൂഹ മാധ്യമങ്ങളിലെ തെറ്റായ പ്രചരണത്തിനെതിരെ പരാതിക്കാരി രംഗത്തെത്തി. വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. കേസന്വേഷണം ശരിയായ ദിശയിലെന്ന പരാതിക്കാരി 24നോട്. ഇപ്പോഴത്തെ പോലീസ് അന്വേഷണത്തിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. അറസ്റ്റിലായവരുമായി ബന്ധമുള്ള ആളുകൾ വന്ന് സോഷ്യൽ മീഡിയയിലെ വെല്ലുവിളി നടത്തുന്നുണ്ട്. അതെനിക്ക് വളരെയധികം വിഷമവുമുണ്ട്, ആശങ്കയുണ്ട്. കേസിലെ 1, 3, 4 പ്രതികളാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. 3 പേരും റിമാൻഡിൽ കഴിയുകയാണ്. 2, 5 പ്രതികൾ വിദേശത്താണ്. ഇവരെ നാട്ടിലെത്തിക്കുവാനുള്ള നടപടികളും പോലീസ് തുടങ്ങി. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.